പെർഫെക്റ്റ് ആയിട്ടൊരു ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്യണോ നിങ്ങൾക്ക്? എങ്കിൽ ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമതായിട്ട് ഹാൻഡ് റെയിലിന്റെ ഹൈറ്റ് ആണ്. നമ്മളൊരു ഹാൻഡ് റെയിലിന്റെ ഹൈറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 90 സെന്റിമീറ്ററിന്റെ 95 സെന്റിമീറ്ററിന്റെ ഇടയിലായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പെർഫെക്റ്റ് ഹൈറ്റ് നമുക്ക് ലഭിക്കുന്നു. രണ്ടാമതായിട്ട് ഹാൻഡ് റെയിൽ ക്ലിയറൻസ് ആണ്. നമ്മൾ ചുമരിനോട് ചേർത്ത് ഹാൻഡ് റെയിൽ നിർമ്മിക്കുന്ന സമയത്ത് ചുമരും ഹാൻഡ് റെയിലും തമ്മിലുള്ള സ്പേസിങ് ഒരു 2 ഇഞ്ചസ് മുതൽ 4 ഇഞ്ചസിന്റെ ഉള്ളിലായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ഹോൾഡിംഗ് ലഭിക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഇന്റർമീഡിയറ്റ് റെയിലിങ്ങുകൾ തമ്മിലുള്ള സ്പേസിംഗ് ആണ്. നമ്മൾ ഇത്തരത്തിലുള്ള ഇന്റർമീഡിയറ്റ് റെയിലിംഗ് നൽകുന്ന സമയത്ത് ഇത്തരം റെയിലിങ്ങുകൾ തമ്മിലുള്ള അകലം 4 ഇഞ്ചസിൽ കൂടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ കുട്ടികൾ ഇത്തരം ഗ്യാപ്പുകളിലൂടെ ചാടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്യാപ്പുകൾ മാക്സിമം 4 ഇഞ്ചസിന്റെ ഉള്ളിലായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാലാമതായിട്ട് ഹാൻഡ് റെയിലുകളുടെ ഓറിയന്റേഷൻ ആണ്. ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്റർമീഡിയറ്റ് റെയിലിങ്സ് നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും സെറ്റ് ചെയ്യാം. എന്നാൽ പരമാവധി വെർട്ടിക്കൽ ആയിട്ടുള്ള ഓറിയന്റേഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹൊറിസോണ്ടൽ ആയിട്ട് ഓറിയന്റേഷൻ നൽകുമ്പോൾ കുട്ടികൾ ഇത്തരം റെയിലിങ്ങുകളുടെ മുകളിലൂടെ ചാടി കടക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ഓറിയന്റേഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്പർ 5 ഹാൻഡ് റെയിൽ പ്രൊഫൈൽ സൈസ് ആണ്. നമുക്കൊരു പെർഫെക്റ്റ് ഗ്രിപ്പ് ലഭിക്കുന്നതിന് ഏറ്റവും നല്ല സൈസ് എന്ന് പറയുന്നത് 2 ഇഞ്ചസ് ബൈ 1.5 ഇഞ്ചസ് ആണ്. എന്നാൽ കൂടുതൽ കാഴ്ചയും ഭംഗിയും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് 3 ഇഞ്ചസ് ബൈ 2 ഇഞ്ചസ് എന്ന് പറയുന്ന സൈസും സജസ്റ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ഇന്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനും വീഡിയോസിനും വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം.